രണ്ടാമത്തെ ടോണറുണ്ട്. രണ്ടാമത്തെ ഓണർ അല്ലേ? പിന്നെ 95 നമ്മൾ ചോദിക്കണേ. ഓക്കെ, എത്ര കൊടുത്ത് ഫൈനലൊക്കെ നമുക്ക് എത്ര കൊടുക്കാം? കയ്യില് നമുക്ക് വേണം ഒരു മുട്ടിക്കാം. 73 ലാസ്റ്റ് നമുക്ക് കിട്ടണം. ഹലോ ഫ്രണ്ട്സ്, റെനീസ് വ്ലോഗ്സിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനുള്ളത് മലപ്പുറം ജില്ലയിലെ ചെമ്മാട് അല്ലമീൻ യൂസ്ഡ് ഓട്ടോറിക്ഷൻ്റെ ഷോപ്പിലാണുള്ളത്. ഇവിടെ ഒരുപാട് ക്വാളിറ്റി ഉള്ള ഓട്ടോറിക്ഷകളുണ്ട്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. നമ്മുടെ വീഡിയോക്ക് സ്വാഗതം. പറയോ. ഫസ്റ്റ് വണ്ടി ഏതാ? ഫസ്റ്റ് വണ്ടി ആപ്പ LD 2013 വണ്ടി. ഫുൾ പേപ്പർ വണ്ടി. ഫുൾ പേപ്പർ 1.10 നമ്മൾ ചോദിക്കണേ. എന്തെങ്കിലും നമ്മള് ചെയ്യും. കുറച്ച് ഇതില് ഫിനാൻസ് എന്തെങ്കിലും കയറുമോ? ഫിനാൻസ് ഒക്കെ റെഡി ആക്കാം. കയറൂല്ലേ? ഫിനാൻസ് ഒക്കെ റെഡി ആവും. ഫുൾ നമ്മൾ വർക്ക്ഷോപ്പിന്റെ ആൾക്കാരെ കൊടുത്ത് കാണിക്കാം. ചെക്ക് ചെയ്തിട്ട് വണ്ടി എടുത്താൽ മതി. അടുത്ത വണ്ടി അത് ആപ്പ LD 2015 മോഡൽ കേട്ടോ. 2015 മോഡൽ. അതും ഫുൾ പേപ്പർ 1.25 നമ്മൾ ചോദിക്കണ്ടേ. 1.25 ചോദിക്കണ്ടേ. അത് പരമാവധി നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാം എന്തെങ്കിലുമൊക്കെ. ഫിനാൻസ് ഇതിന് എത്ര കയറും ഏകദേശം? ഫിനാൻസ് മാക്സിമം ഒരു 50 60 അടുത്ത് നമുക്ക് കയറൂല്ലേ? അതൊക്കെ മാറ്റി ചെയ്താ. നമ്മൾ പാർട്ടിക്കാർ വരുമ്പോ കുറച്ച് കൊടുക്കുക. കുറച്ച് കൊടുക്കല്ലേ? നമ്മൾ ചോദ്യങ്ങളാണ് ഡയറക്റ്റ് വന്നു കഴിഞ്ഞാലേ ചെയ്യാം. അടുത്തൊരു മഹേന്ദ്ര അൽഫ. അത് സെയിൽസിനൊക്കെ പറ്റിയ നല്ല വണ്ടിയാ. പ്രൈവറ്റ് വണ്ടി ബാറ്ററി സെയിൽസ് മറ്റുള്ള സെയിൽസുകൾക്കൊക്കെ എത്ര മോഡൽ? എത്ര ഫാമിലിക്ക് ഉപയോഗിക്കാം. അത് പിന്നെ 2012 മോഡല്. 2012 മോഡൽ. അതെ. പിന്നെ എത്രാമത്തെ ഓണറാ? ഇതാ ഇത് രണ്ടാമത്തെ ഓണറുണ്ട്. രണ്ടാമത്തെ ഓണർ. പിന്നെ 95 നമ്മൾ ചോദിക്കണേ. ഇത് കിലോമീറ്റർ എത്ര ഓടിയെന്ന് പറയാൻ പറ്റുമോ? കിലോമീറ്റർ കറക്റ്റ് അറിയില്ല. അപ്പൊ ഇന്നലെ വന്ന വണ്ടി അത് നോക്കണം. അത് കസ്റ്റമർക്ക് വന്നിട്ട് നമുക്ക് ശരിയാക്കാം. അതിനകത്ത് ഓടിയില്ലേ. വണ്ടിന്റെ ഉള്ളും കാര്യങ്ങളും ഒക്കെ സെറ്റ് ആക്കാം. അത്യാവശ്യം നീറ്റ് ആൻഡ് ക്വാളിറ്റിയിൽ വണ്ടി. അതെ, ഫുൾ സെറ്റ് ആണ്. പാച്ച് വർക്ക് കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. ഒക്കെ ചെക്ക് ചെയ്ത് വർക്ക്ഷോപ്പേരെ കാണിച്ച് റെഡി ആക്കാം. ഇത് എത്ര വരെ പേപ്പർ ഉണ്ട്? ഏത് വണ്ടി? അത് 12 മോഡല്. അത് നമുക്ക് 13 രജിസ്റ്റർ ആണ്. 12 മോഡലാണ്. മോഡൽ 12. അത് പിന്നെ ടാക്സിയാണ്. മഹേന്ദ്ര അൽഫ ടാക്സി 2013 മോഡല്. 1.35 നമ്മൾ ചോദിക്കുന്നുണ്ട്. 1.35. അതിൽ ഫിനാൻസ് എത്ര കയറും? അത് ഫിനാൻസ് ഒരു 70 60 അടുത്ത് കിട്ടും. കയറൂല്ലേ? നല്ല വണ്ടിയാണ്. ഇന്ത്യയിലേക്ക് പോകുമ്പോൾ അത്യാവശ്യം നീറ്റ് ആൻഡ് ക്വാളിറ്റി ഉണ്ട്. അടുത്ത ബജാജിന്റെ ഓട്ടോറിക്ഷ. അതെ. ഇതെങ്ങനെ മോഡൽ? അത് KL 19 സി വണ്ടി ഉള്ളത്. അപ്പൊ ഇന്നലെ വന്ന വണ്ടിയാണ്. അത് 2012 മോഡല്. നമ്മളെ ചോദ്യം 1.5 ആണ്. 1.5 അല്ലേ? അതെ. ഓക്കെ. ഒക്കെ ഫുൾ പേപ്പറാണ്. അടവും കാര്യങ്ങളൊക്കെ കിട്ടും. മാക്സിമം പാർട്ടി ഡയറക്റ്റ് വന്നാലേ മുട്ടിച്ചു കൊടുക്കാം. ഇതിപ്പോ എത്ര പേപ്പർ കാര്യമുണ്ട്? ഒക്കെ പുതിയ പേപ്പർ എടുത്ത് കൊടുക്കും. പുതിയ പേപ്പർ എടുത്ത് കൊടുക്കും. പുതിയ പേപ്പർ. ഒന്നും വിഷയം. പണി എടുത്താ ഫുൾ വർക്ക് പാച്ച് വർക്ക് ഒന്നും ഉണ്ടാവില്ല. ഫൈനലൊക്കെ എത്ര കൊടുത്തത്? അങ്ങനെ ഫൈനലൊക്കെ എത്ര കൊടുക്കാം? ഫൈനൽ ഇപ്പൊ 1.35 ആണ് ചോദിക്കുന്നുണ്ട്. അല്ല അപ്പൊ എത്ര പറയാ? നമ്പർ എത്രയാണത്? 2905. 2905. 1.5 നമ്മളെ ചോദ്യം. ഒരു 1.2 പാർട്ടി നമുക്ക് മാക്സിമം ചെയ്യാം. വിഷയമല്ല. കച്ചവടം ചെയ്യണ ലെവലിൽ ചെയ്യാം. അടുത്ത് വീണ്ടും അടുത്ത് KL 35D. പിന്നെ അത് 2012 മോഡൽ തന്നെ. നമ്മളെ ചോദ്യം 95 ആണ്. 95 മോഡൽ. അതും ഫുൾ പേപ്പർ റെഡിയാണ്. ഒന്നും വിഷയമില്ല. പേപ്പറൊക്കെ കണ്ട് കൈക്ക് കൊടുക്കും. ഫുൾ പേപ്പർ. പുതിയ പേപ്പറിൽ കൊടുക്കാം. പാച്ച് വർക്ക് കാര്യങ്ങളൊന്നുമില്ല. 95 നമ്മളെ ചോദ്യം. അതൊരു 92 വരെ നമുക്ക് ഇൻഷാ അല്ലാഹ് നമുക്ക് ചെയ്ത് കൊടുക്കല്ലേ? അടുത്ത വീണ്ടും അതെ. വണ്ടി അത്ര നമ്പർ? അത് KL 19 7085. 7085. അത് 2014 മോഡല്. അത് 1.40 നമ്മളെ ചോദ്യം. 1.40 ചോദ്യം. ഒരു 1.32 1.33 നമ്മൾ കൊടുക്കൂലേ? പാർട്ടി വരണം അതിനനുസരിച്ച് നമുക്ക് ചെറുതായിട്ട് നെഗോഷ്യബിൾ അഡ്ജസ്റ്റ് ചെയ്യാം. പാർട്ടി ഒന്നും വിഷയമില്ല. അടവും കാര്യങ്ങളും അടവും കാര്യങ്ങളൊക്കെ ജാസ്തി വാങ്ങി കൊടുക്കാം. മാക്സിമം വാങ്ങി കൊടുക്കാം.
കംപ്ലൈന്റും കാര്യങ്ങളൊന്നും ഇല്ലല്ലോ? ഒന്നും പാച്ച് വർക്ക് ഒക്കെ അവർക്ക് വർക്ക്ഷോപ്പേരെ കൊടുത്ത് കാണിച്ചിട്ട് വണ്ടി എടുത്താൽ മതി. അത്രേ ഉള്ളൂ. ഓക്കെ, നമ്മൾ ഗ്യാരണ്ടി വണ്ടി കൊടുക്കാം, ഫുൾ ഗ്യാരണ്ടി. പിന്നീട് നമുക്ക് ഒരു പ്രശ്നം ഉണ്ടാകാൻ പാടില്ല. മനസ്സിലായില്ല? അവർക്കും പ്രശ്നം ഉണ്ടാവില്ല, നമുക്കും പ്രശ്നം ഉണ്ടാവില്ല. അത് KL 55 Q 7224. ഓക്കെ, അത് മോഡലും ഡീറ്റെയിൽസ് പറയും. എങ്ങനെ മോഡലും ഡീറ്റെയിൽസും കാര്യങ്ങളും? മോഡൽ അത് 15 രജിസ്റ്റർ ആണ്, 14 മോഡല്, 2015 രജിസ്റ്റർ, 14 മോഡൽ, 1.45 നമ്മളെ ചോദ്യമാണ്. ഓക്കെ, എത്ര കിലോമീറ്റർ ഓടിയെന്ന് പറയാൻ പറ്റുമോ? എത്ര കിലോമീറ്റർ നോക്കണം. അപ്പൊ കസ്റ്റമർക്ക് വന്നിട്ട് നമുക്ക് പറഞ്ഞു കൊടുക്കാം. കസ്റ്റമർ വന്നിട്ട് നമുക്ക് അങ്ങനെ ചെയ്ത് കൊടുക്കാം. അവർക്ക് നോക്കല്ലേ, വരാനുള്ളേ. വർഷോപ്പേരെ കൂടെ അങ്ങനെ വന്നാൽ ചെയ്യാം നമുക്ക്, വിഷയമല്ല. സീറ്റ് കവറും കാര്യം ചെയ്തിട്ട് അത്യാവശ്യം വർക്കും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ട്, അത്യാവശ്യം ക്വാളിറ്റിന്റെ വണ്ടി. അവർ കസ്റ്റമർ വന്ന് നോക്കി അറിയല്ലോ. ഓക്കെ, ഫിനാൻസും കാര്യങ്ങൾ എത്ര ഡയറക്റ്റ് ഫിനാൻസും കാര്യങ്ങളൊക്കെ എത്ര വെറുതെ? അതിപ്പോ എത്ര റേറ്റ് വരുന്ന വെച്ചാല് 1.45 നമ്മള് റേറ്റ് വരുന്നുണ്ട്. ഓക്കെ, അതൊരു 70-80 രൂപേന്റെ അടുത്ത് കുട്ടിയെ കയറും. കിട്ടൂല, നമ്മളെ പരിചയക്കാരൻ അതിനനുസരിച്ച് കൊടുക്കാം. മോഡൽ കേൾസറി ടു ഏൻ 2846 2013 മോഡല്. അത് നമ്മൾ 101.5 ചോദിക്കുന്നുണ്ട്. 1.5 5000 നമ്മൾ എന്തെങ്കിലും ചെയ്യാം. 1-2 ചിലപ്പോ നമ്മളെ ആള് വരുമ്പോ മെയിൻ ഓണർ വന്നാൽ എന്തെങ്കിലും ചെയ്ത് ശരിയാക്കും. നമ്മള് വിശ്വാസമില്ല, പാർട്ടിക്കാർ വന്നാൽ മതി. അത്യാവശ്യം വർക്ക് എടുക്കുന്ന വണ്ടിയല്ലേ, മട്ടത്തിന് ചെയ്യുള്ളൂ. അത്യാവശ്യം വർക്ക് എടുത്ത വണ്ടിയല്ലേ? ഒക്കെ കംപ്ലീറ്റ് നമ്മൾ ഗ്യാരണ്ടിയിൽ വണ്ടി കൊടുക്കാം. നേരത്തെ പറഞ്ഞില്ല, നമ്മളെ വർഷാപ്പേര് വന്ന് കൊണ്ടുപോയാൽ മതി, ചെക്ക് ചെയ്തിട്ട് കൊണ്ടുപോയാൽ മതി. ഉത്തരവാദിത്തത്തോടെ കൂടി കൊണ്ടുപോകാം. പിന്നീട് നമ്മൾ പ്രശ്നം ഉണ്ടാകാൻ പാടില്ല. അപ്പൊ അടുത്ത വീണ്ടും അത് KL 60E 1620 അത് നമുക്ക് 73 ചോദിക്കേണ്ടത്. 73 ചോദ്യം. 2012 മോഡല്, 12 മോഡലാണ്. 73 നമ്മളെ ചോദ്യമാണ്. പേപ്പറും കാര്യങ്ങളും ഫിറ്റല്ലേ? ഒക്കെ റെഡി ഉണ്ട്, ഒക്കെ പക്ക, ഒന്നും നോക്കണ്ട. ഗ്യാരണ്ടിയിൽ നമുക്ക് കൊടുക്കാം. എല്ലാം ഉണ്ട്. എത്ര കൊടുത്ത് ഫൈനലാക്കി നമുക്ക് എത്ര കൊടുക്കാം? കയ്യില് നമുക്ക് വേണം ഒരു മുട്ടിക്കാം. എന്തുണ്ടെങ്കിൽ നമുക്ക് പാർട്ടിക്കാൻ ചെയ്യാം. ചെയ്തല്ലേ? അപ്പൊ ഡയറക്റ്റ് സംസാരിക്കണെങ്കിലേ പേപ്പറും കാര്യങ്ങളൊക്കെ എന്താ ചെയ്ത് കൊടുക്കാം. നമുക്ക് വിഷയമല്ല, നമുക്ക് ബിസിനസ് നടക്കണല്ലോ. ഉപയോഗിക്കാൻ പറ്റും. നല്ല ഫുൾ കണ്ടീഷൻ വണ്ടിയാണ്. വണ്ടി കൊണ്ടുപോകുക, ഓടിക്കുക, കഴുകി നടക്കുക, അത്രേ ഉള്ളത്. 2012 മോഡല്. അതിപ്പോ പറഞ്ഞ മാതിരി 73 ലാസ്റ്റ് നമുക്ക് കിട്ടണം. പാർട്ടി വരണ എന്തെങ്കിലുമൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കും. അവർ നോക്കിയിട്ട് പേച്ച് വർക്കും പ്രൈവറ്റ് ഫാമിലിക്കൊക്കെ നല്ല ഡീസന്റ് ആയിട്ട് സെയിൽസ് ക്വാളിറ്റിയിൽ വണ്ടി കൊടുക്കാം. നമുക്ക് ഗ്യാരണ്ടിയിൽ വണ്ടി കൊടുക്കാം. വാറന്റിയിൽ വണ്ടി കൊടുക്കാം, ധൈര്യമായിട്ട് കൊടുക്കാം. എല്ലാ പണിയും കഴിഞ്ഞ് നിർത്തിയ വണ്ടിയാണ്. ലൊക്കേഷൻ വരുന്നത് ലൊക്കേഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ചമ്മാട്ടിന്ന് പരപ്പനങ്ങാടിന്ന് വരികയാണെങ്കിൽ റേറ്റ് കൊടിഞ്ഞി റോഡ് നേരെ നമ്മൾ ഗവൺമെന്റ് ഹോസ്പിറ്റലിന്റെ സൈഡിൽ കൂടെ വന്നിട്ട് ഇവിടെ 9ാം വളവ് എന്ന് ചോദിച്ചാൽ മതി. 9ാം വളവ് അങ്ങോട്ട് ചേളാരി ഭാഗത്ത് നിന്നൊക്കെ വരികയാണെങ്കിൽ ചമ്മാട് കൊടിഞ്ഞി റോഡ്. നമ്മളെ വാട്സപ്പില് കസ്റ്റമർ ഇപ്പൊ വണ്ടിന്റെ ഫോട്ടോ പിന്നെ അങ്ങനത്തെ ഡീറ്റെയിൽസ് ഒക്കെ ചോദിക്കൂലേ, നമ്മൾ അയച്ചു കൊടുത്തൂടെ? വാട്സപ്പിൽ ഫുൾ ഡീറ്റെയിൽസ് നമുക്ക് അയച്ചു കൊടുക്കാം. എല്ലാ ഡീറ്റെയിൽസും അയച്ചു കൊടുക്കാം. അപ്പോൾ നമ്മളെ ഈ ചെറിയ വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഇതുവരെ നമ്മളെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, മാക്സിമം സപ്പോർട്ട് ചെയ്യുക. നമ്മളെ വാഹനസംബന്ധമായ എല്ലാ വീഡിയോ ഞാൻ എൻ്റെ ഇൻസ്റ്റാഗ്രാമിൽ അപ്ലോഡ് ചെയ്യുന്നതാണ്. ഇൻസ്റ്റാഗ്രാം ID റെനീസ് വ്ലോഗ്സ്, റെനീസ് കാർഡ്സ്പോട്ട്, ഈ 2 IDയിൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്നതാണ്. അപ്പോൾ ഈ 2 ചാനലുകളൊന്ന് ഫോളോ ചെയ്യുക. അപ്പോൾ നമ്മൾ പുതിയ വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ.